ബൈക്ക് മോഷ്ടാവിനെ ഇരവിപുരം പോലീസ് പിടികൂടി. മുണ്ടയ്ക്കൽ സ്വദേശി സുജു ഫെർണാണ്ടസ് ആണ് പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന രാജേഷിന്റെ യമഹ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവം ഇന്നലെ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ എൻ്റെ ടൂ വീലറും സിറ്റ് ഔട്ടിൽ വെച്ചേക്കുകയാണ്, ലോക്ക് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അപ്പം അവിടുന്ന് ഇന്നലെ ഒരു 8 മണിക്ക് ശേഷം, അതായത് നമ്മുടെ അവിടെ ജമ്മോളം അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ആരും ഇല്ലായിരുന്നു. ആ സമയത്തായിരിക്കണം ഇന്നലെ ജമ്മോളം ക്ഷേത്രത്തിൽ ഉത്സവം. ഇത് അറിയാവുന്ന ആരോമാണ്. അപ്പോൾ വൈഫ് ഹൗസിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് ഈ വണ്ടി ഹാൻഡിൽ ലോക്ക് പൊട്ടിച്ച് മെയിൻ ലോക്കും പൊട്ടിച്ച് അതിൻ്റെ കേബിളെല്ലാം ഊരിയിട്ട് വണ്ടി ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു എൻ്റെ വണ്ടി ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് വിളിച്ച്. അപ്പോൾ ഞാൻ വൈഫ് ഹൗസിൽ വിളിച്ച് ചോദിച്ചു വണ്ടി അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വണ്ടി അവിടെ ഇല്ല. അങ്ങനെയാണത് മോഷണപ്പെട്ടവരെ നമ്മൾ അറിയുന്നത്. ഈ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് വണ്ടി നോക്കി, അപ്പോൾ നമ്മളെ വണ്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഏരിയ ഉള്ളവർ നമുക്ക് വണ്ടി തരത്തില്ല. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ വണ്ടി നോക്കി നമ്മളെ വണ്ടിയുടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുശേഷം അവർ ആ ഏരിയ ഉള്ളവർക്ക് നമുക്ക് വണ്ടി തരത്തില്ല. അങ്ങനെ സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുവരും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ വണ്ടി മോഷ്ടിച്ചു കൊണ്ടുപോയ കക്ഷി ഈ വണ്ടി എടുക്കാനായിട്ട്, അതായത് ഈ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഇത് അധിക ദൂരം സ്ഥിരം ഉപയോഗിക്കുന്നവർക്കേ അത് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് പുള്ളിക്ക് ഈ ഏരിയയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് ഇന്ന് വന്ന് എടുക്കാനുള്ള ഒരു പ്ലാനായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇലവരം സ്റ്റേഷനിൽ നിൽക്കുന്നതും. അങ്ങനെ ഈ വണ്ടി എടുക്കാൻ വന്നിടത്തുനിന്ന് ആ അയലത്തുള്ളവരെ നമ്മളെ വിളിച്ച് പറഞ്ഞ് ഇതേപോലെ ഒരാൾ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് മോഷ്ടാവാന്ന് നമുക്ക് പിടികിട്ടി. അങ്ങനെ നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് പോലീസുകാർ വന്ന് പുള്ളിയെ പിടിച്ച്